ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് സീരിയലിന്റെ സെറ്റിലാണ്. മനം പോലെ മംഗല്യം എന്ന് പറഞ്ഞൊരു സീരിയലിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. വേറൊരു ഹീറോ ആയിരുന്നു ആദ്യം അതിലുണ്ടായിരുന്നത്. പിന്നെ ആൾക്ക് എന്തോ വർക്കിന്റെ റിലേറ്റഡ് ആയതുകൊണ്ട് ആള് മാറി. പിന്നെ നെക്സ്റ്റ് ഏത് ഹീറോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കുറേ ഓഡീഷൻസ് ഒക്കെ നടത്തി. ഞാൻ കുറേ ഓഡീഷൻസ് പല ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്തു. പക്ഷെ അവരൊന്നും സെലക്ട് ആയില്ല. പ്രേമിന്റെ കൂടെ ഞാൻ ഓഡീഷൻ ചെയ്തില്ല, കാരണം അത് ഡയറക്റ്റ് ചാനൽ എൻട്രി ആയിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഒരു ദിവസം രാവിലെ വരുമ്പോൾ ഒരു ഹീറോ വന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. ഒരു ബ്ലൂ ഷർട്ടൊക്കെ ഇട്ട് ഡൈനിങ് ടേബിളിൽ കാലുമേ കാലും കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ പോയിട്ട് മീറ്റ് ചെയ്തു, സംസാരിച്ചു. അപ്പം എനിക്ക് പ്രേമിന്റെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു എന്താ പറയുക, ഞാനൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇമാജിൻ ചെയ്ത പോലെ ഒരു മാൻലി വോയിസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഹലോ ഞാൻ പ്രേം എന്ന് പറഞ്ഞപ്പോഴൊക്കെ നമുക്കൊരു വാവ് അങ്ങനെ ഒരു ഇത് തോന്നി. പിന്നെ ഞങ്ങള് ആദ്യത്തെ സീന് തന്നെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ തന്നത് അവിടെയും ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള ഹസ്ബൻഡ് വൈഫിന്റെ ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ നല്ലൊരു ഹസ്ബൻഡ് വൈഫിന്റെ നല്ലൊരു സീൻ ഞങ്ങൾക്ക് ആദ്യമായിട്ട് അഭിനയിക്കാൻ കിട്ടി ഒരുമിച്ച്. സോ ഡേ ബൈ ഡേ നമ്മളിങ്ങനെ നോർമലി അഭിനയിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഫ്രീ ടൈം ലൊക്കേഷനിലുള്ള ആ രീതികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്ക് എന്താ പറയുക, ഞാൻ ഇമാജിൻ ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുമല്ലോ ഹസ്ബൻഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിൽ വേണ്ട ചില നല്ല ക്വാളിറ്റി. അതായത് ഞാൻ എപ്പോഴും ശ്വേതാജിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ജോലിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും കല്യാണത്തിന് ശേഷം അഭിനയം നിർത്തുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും പറയാറില്ല. കാരണം എനിക്ക് ഓപ്പോസിറ്റുള്ള ഒരു പാർട്ട്ണർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വഴക്കിട്ട് എനിക്ക് എന്തായാലും അഭിനയിച്ചേ പറ്റൂ, നിങ്ങൾ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, മഹാദേവാ എൻ്റെ അഭിനയത്തിന് ഇഷ്ടമുള്ള ഒരാൾ തന്നെ വരണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. സെയിം എനിക്ക് കുഞ്ചു എന്നാട്ടോ വിളിക്കുന്നത്, കുഞ്ചു, സോറി, കുഞ്ചുവിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ആക്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ അതെനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഞാൻ ചെയ്യുന്ന ഈ ജോലി, ഞാനിങ്ങനെ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ ഈവൻ എൻ്റെ അമ്മയെ പോലെ തന്നെ ആ വർക്കിനെ അഡ്മയർ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. ആൻഡ് അദ്ദേഹത്തിന് ഞാൻ മീറ്റ് ചെയ്ത് ഞങ്ങൾ റിലേഷൻഷിപ്പിലായതിനു ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബിസി ആയിട്ട് ജോലി ചെയ്തത്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ദിവസം 2 ദിവസം അതെ പോലും ഗ്യാപ്പില്ലാതെ ട്രിവാൻഡ്രം ടു ചെന്നൈ അവിടെ കൊച്ചിൻ അങ്ങനെ ഞാൻ വർക്ക് ചെയ്തത് അദ്ദേഹം വന്നതിന് ശേഷമാണ്. പക്ഷെ ഒരിക്കലും ഒരു കംപ്ലൈന്റ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ സമയമില്ല, നീ ഭയങ്കര ബിസിയാണ്, നീ അങ്ങനെയല്ല, നീ എനിക്ക് ടൈം തരുന്നില്ല, എനിക്ക് പ്രയോറിറ്റി തരുന്നില്ല. ഞങ്ങളിപ്പം 3 years ആയി. ഈ 3 yearsലും അങ്ങനത്തെ ഒരു കംപ്ലൈന്റ്, അങ്ങനത്തെ ഒരു വഴക്ക് ഇതുവരെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. എത്ര സംസാരിക്കാൻ തിരക്കാണെങ്കിൽ ഓക്കെ ശരി ഓക്കെ കുഴപ്പമില്ല അങ്ങനെ. അപ്പോൾ അതെനിക്ക് അറിഞ്ഞോ അറിയാതെ അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു നമ്മൾ പറയുമല്ലോ, നമ്മൾ ഭയങ്കര ഹാപ്പിയായി. ഒരു ടെൻഷൻ ഓപ്പോസിറ്റുള്ള ഭാഗത്തു നിന്ന് ഒരു പാർട്ട്ണർ തരുന്നില്ല. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോണിലൊക്കെ സേവ് ചെയ്തിരിക്കുന്ന ഹാപ്പിനെസ് എന്നാണ് വിളിക്കുമ്പോൾ. കാരണം ഒരു രീതിയിലുള്ളൊരു ടെൻഷൻ, ഒരു വഴക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ വീഡിയോയില് നമ്മൾ വഴക്ക് കൂടുന്നൊക്കെ പറയെങ്കിലും അത് ചുമ്മാ വഴക്കെന്ന് പറയാൻ പറ്റില്ല, പരിഭവം. അതെന്താ കുഞ്ചു അങ്ങനെ ചെയ്തില്ലല്ലോ, വിളിച്ചില്ലല്ലോ. ഞാൻ സെയിം ഇതുപോലെ തന്നെ കൂടുതൽ പ്രതീക്ഷിക്കും. അപ്പൊ ഞാൻ ഫോണില് ഹാപ്പിനെസ് ഇട്ടപ്പോ എന്റെ പേരും അങ്ങനെ എന്തെങ്കിലും ഇടണ്ടേ, പക്ഷെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വഴക്ക്, പരിഭവം, എന്താ കുഞ്ചു ഇടാത്ത, അങ്ങനെ ഇങ്ങനെയൊക്കെ. അല്ലാതെ ഞങ്ങൾ സീരിയസ് ആയിട്ടൊരു വഴക്ക് താങ്ക് ഗോഡ് ഈ 3 വർഷത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ചെറിയൊരു ക്യാപ്ഷൻ, ഒരു ചെറിയൊരു ബിറ്റ്, ഒരു ഷോട്ട് കാണിക്കാൻ പോവാണ്. അത് കണ്ടിട്ട് സ്വാസുവിന് എന്തൊക്കെയാ ഓർമ്മകൾ വരുന്നത് എന്ന് പറയണം. തീരാത കാതൽ തീയാകുമോദ ദൂരങ്ങൾ മടൈ മാറുമോ വാൻ പാർത്തേ. ഇത്രേ ഉള്ളൂ.